ഇന്ന് നമുക്ക് നമുക്ക് മഴക്കാലം തുടങ്ങി. പല പല അസുഖങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുട്ബോളിന്റെ കാലഘട്ടമാണ്. അപ്പോൾ ഫുട്ബോളിന് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കുനിയ പന്തുമായിട്ട് മുമ്പോട്ട് വരുന്നു, മലയാളിയെ വേറെ സൈഡിൽ നിന്ന് പന്തിനെ എതിരിക്കുന്നു, ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വരുന്ന കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോക്കറ്റ് കാലിയാവാൻ സാധ്യത കൂടുതലാണ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഹോസ്പി കെയർ പ്ലാൻ. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ ഒരു ബെനിഫിറ്റും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും, അതുപോലെ തന്നെ ഈ പ്ലാനുകൾ എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഈ പ്ലാൻ എടുത്തതിന്റെ ഇത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ ഈ ഹോസ്പി ക്യാഷ് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഫെസിലിറ്റേറ്റ് ആക്കാം, എങ്ങനെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകും. ഈ പ്ലാനിനകത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ഹോസ്പി ക്യാഷും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഹോസ്പിറ്റൽ ബില്ല് എത്രയാണോ അതായിരിക്കും കവർ ചെയ്യുന്നത്. അതായത് ഉദാഹരണത്തിന് നമുക്കൊരു 1,50,000 rupees ആവശ്യം വന്നു, ഹോസ്പിറ്റൽ ബില്ല് വന്നു. ആ 1,50,000 rupees നമ്മുടെ ലിമിറ്റിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ ആ 1,50,000 rupees ആയിരിക്കും നമുക്ക് തരുന്നത്. ഹോസ്പി ക്യാഷ് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഹോസ്പി ക്യാഷ് എങ്ങനെ ഓരോ അസുഖങ്ങൾക്കും ഒരു നിശ്ചിതമായിട്ടുള്ള എമൗണ്ട് വെച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് അഡ്മിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ചെലവിന് വേണ്ടിയിട്ട് 3,000 രൂപ എന്നുള്ളതായിരിക്കും വരുന്നത്. അപ്പൊ ആ 3,000 രൂപ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. അത് ഒരിക്കലും നമ്മുടെ ബില്ല് നോക്കിയിട്ടായിരിക്കില്ല വരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പ്രൊസീജിയർ ചെയ്തതിന് ഒരു ദിവസത്തെ എക്സ്പെൻസ് എന്നുള്ള രീതിയിലാണ് നമുക്കത് കിട്ടുന്നത്. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഡയറക്റ്റ് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കും. ഇനി അത് അടയ്ക്കുന്നില്ല, അവിടെ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യും. പക്ഷെ ഒരു ഹോസ്പി ക്യാഷ് പ്ലാനിനകത്ത് ഇത് നോക്കുന്നില്ല. അവര് നമുക്കാണ് പൈസ തരുന്നത്. ആ എത്ര ഡേ സ്പെൻഡ് ചെയ്തോ ആ അത്രയും ദിവസത്തെ പൈസ നമുക്ക് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലിലേക്ക് അടയ്ക്കാം. അതർവൈസ് നമുക്ക് പല കാര്യങ്ങളുണ്ടാവും. നമുക്ക് വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഒന്ന് താമസിക്കുന്നുണ്ടാവും, ഹോസ്പിറ്റലിൽ സർജറി നടത്തുന്നുണ്ട്, അവിടെ താമസിക്കുന്നുണ്ടാവും. ആ ബില്ല് കൊടുക്കാൻ ഉപയോഗിക്കാം. ഇത് നമ്മുടെ റെന്റ് ഇതാക്കാൻ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് നമുക്ക് ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് വന്നിരിക്കുന്ന വേറെ ഫിനാൻഷ്യൽ ലോസസിനെ കവർ ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി ഒരു ഹോസ്പി ക്യാഷ് പ്ലാനും ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് ഹോസ്പിറ്റൽ ബില്ലാണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നമ്മുടെ കയ്യിലേക്ക് ഡയറക്റ്റ് ആണ് വരുന്നത്. പ്രീമിയം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുമ്പോൾ പ്രീമിയം കുറച്ച് കൂടുതലായിരിക്കും. ഒരു ഹോസ്പി ക്യാഷ് പ്ലാൻ ആകുമ്പോൾ പ്രീമിയം വളരെ ലോവർ സൈഡിലാണ് വരുന്നത്. അപ്പോൾ അതും ഇതിനൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് സർജറി പറഞ്ഞു, ഒരു 1,00,000 രൂപ ആണ് കോസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഇതിനകത്ത് വരുന്ന കോസ്റ്റിനകത്ത് നമുക്ക് എന്തെങ്കിലും കവേർഡ് ആവും. ഈ 1,00,000 രൂപ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നുണ്ടാവും. ഇത് കൂടാതെ നമുക്ക് കുറച്ച് എക്സ്പെൻസസ് വരും. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു പോകാൻ വെച്ച തുക, നമുക്ക് അവിടെ അടുത്ത് ഹോസ്പിറ്റലിൽ റൂം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് റൂം എടുത്ത് താമസിക്കേണ്ടി വരും, അതിന് വരുന്ന തുക, നമുക്ക് ഫുഡ് എക്സ്പെൻസസ്, രോഗിക്ക് മാത്രമേ ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് കിട്ടൂ, അതർ പേഷ്യൻസ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഒരു ഫുഡ് എക്സ്പെൻസസ് കാര്യങ്ങൾ വരും, ഇങ്ങനെയുള്ള തുക. ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് ഇതാക്കാൻ പറ്റും. നമ്മുടെ ഇതിനകത്ത് ഹോസ്പി ക്യാഷ് ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന തുക അതിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ പ്രീമിയം പൊതുവെ കുറവുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആൾക്കാരും ഒരു ഹോസ്പി ക്യാഷ് ബെനിഫിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ that will save your money, save your pocket. Thank you.